ചോദ്യം: കളവ് പറയുന്നതിനെക്കുറിച്ചുള്ള നബി വചനമെന്താണ്? ഉത്തരം: ഒരാൾ കളവ് പറഞ്ഞാൽ അതിന്റെ ദുർഗന്ധം കാരണം മലക്കുകൾ അവനിൽ നിന്നും മൈലുകളോളം ദൂരേക്ക് മാറി നിൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചോദ്യം: കളവ് പറയൽ ഹലാലാവുന്ന ഘട്ടങ്ങളുണ്ടോ? ഉത്തരം: 3 തരം കളവുകൾക്ക് ഇളവുണ്ട്. 1. യുദ്ധത്തിൽ. കാരണം യുദ്ധം ഒരു തന്ത്രമാണ്. അതിൽ കളവ് വേണ്ടി വന്നേക്കാം. കാരണം യുദ്ധം ജയിച്ചേ തീരൂ. 2. തെറ്റി മിണ്ടാതിരിക്കുന്ന രണ്ടാളുകളെ പരസ്പരം ഇണക്കാൻ വേണ്ടി കളവ് പറയലാണ്. അത് ഇപ്രകാരമാണ്: അവന് നിന്നെക്കുറിച്ച് നല്ല മതിപ്പാണ്, തെറ്റിയതിൽ അവന് വലിയ വിഷമമുണ്ട് എന്ന് രണ്ടുപേരോടും പറയുക. യഥാർത്ഥത്തിൽ ഇരുവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ പ്രശ്നങ്ങൾ മഞ്ഞുരുകി ഇരുവരും വേഗം സൗഹൃദത്തിലാവും. 3. ഒന്നിലധികം ഭാര്യമാരുള്ളവന് ഓരോരുത്തരോടും നീയാണ് ഏറ്റവും തനിക്ക് പ്രിയപ്പെട്ടവൾ എന്ന് കളവ് പറയാം. അവർക്കിടയിലെ കലഹം ഒഴിവാക്കാനാണത്. ചോദ്യം: ഈ 3 തരം കളവും എത്രയുമാവാമെന്നാണോ? ഉത്തരം: അല്ല, അത്യാവശ്യത്തിന് മാത്രം, ആവശ്യമായ അളവിൽ മാത്രം. ചോദ്യം: 100 വട്ടമായി ഞാൻ നിന്നോട് പറയുന്നു എന്നതുപോലെയുള്ള ഒരു ശൈലി സാധാരണമാണ്. 100 വട്ടമൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, എണ്ണി നോക്കിയിട്ടുമുണ്ടാവില്ല. ഇത് കളവായി എണ്ണപ്പെടുമോ? ഉത്തരം: സാധാരണയിൽ കവിഞ്ഞ് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളവല്ല, തെറ്റുമില്ല. ചോദ്യം: ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ ഞാനിപ്പം കഴിച്ചതേയുള്ളൂ എന്ന് കളവ് പറയാറുള്ളതും ആളുകൾ ശ്രദ്ധിക്കാത്തൊരു തരം കളവല്ലേ? ഉത്തരം: അതെ, ഹറാമാണത്. വേണ്ട എന്ന് പറയാമല്ലോ. ചോദ്യം: കൊടുക്കാൻ താൽപ്പര്യമില്ലാതെ ഭക്ഷണത്തിന് ക്ഷണിക്കലും തെറ്റല്ലേ? ഉത്തരം: അതെ, അതിൽ 2 തെറ്റുണ്ട്. 1. കാപട്യം. 2. ഇഷ്ടമില്ലാത്തത് മറ്റൊരാളെ തീറ്റിക്കൽ. ചോദ്യം: ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും നിരസിക്കലും പിന്നെ വിളിക്കാതിരിക്കലും ഇന്ന് ആളുകൾക്കൊരു പതിവായി മാറിയിട്ടുണ്ട്. അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കുകയുമില്ല. ഇത് ശരിയാണോ? ഉത്തരം: ശരിയല്ല. താൽപ്പര്യമില്ലെങ്കിൽ ഇല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാവണം. കാരണവും വ്യക്തമാക്കണം. എങ്കിലല്ലേ മറ്റേയാൾക്ക് തിരുത്തേണ്ടതുണ്ടെങ്കിൽ അറിയാനും തിരുത്താനും പറ്റൂ. തെറ്റിദ്ധാരണകൾ വല്ലതുമുണ്ടെങ്കിൽ നീക്കാനും പറ്റുകയുള്ളൂ. ചോദ്യം: മദ്രസയിൽ പോവാനും മറ്റും കുട്ടികൾ താൽപ്പര്യം കാണിക്കുന്നില്ലെങ്കിൽ കളവായ താക്കീതും വാഗ്ദാനങ്ങളും നൽകിയാലേ കാര്യം നടക്കൂ എങ്കിൽ അങ്ങനെ ചെയ്യാമോ? ഉത്തരം: ചെയ്യാം.